കേരളത്തിൽ മെത്താംഫെറ്റമിൻ ഉപയോഗം വളരെ വ്യാപകമാണ്. എന്നാൽ അതിലേറെ മാരകം എക്സ്റ്റസി എന്നറിയപ്പെടുന്ന MDMA ഗുളികകളാണ്. ദിവസേന നിരവധി MDMA കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ MDMA സംബന്ധിച്ച് ഉപയോഗിക്കുന്നവർക്ക് പോലും അറിയാത്ത ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ഒരു MDMA ഗുളികയ്ക്ക് 13,000 രൂപ വരെയാണ് വിലയായി നൽകേണ്ടത്. 0.2 മില്ലിഗ്രാം ഗുളികയ്ക്ക് നൽകണം 3,000 രൂപ. എന്നാൽ കേരളത്തിൽ കിട്ടുന്നത് ഭൂരിഭാഗം വ്യാജമായി നിർമ്മിച്ചവയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഒറിജിനൽ MDMA ചെലവേറിയതിനാൽ ഇത് പതിവായി ഉപയോഗിക്കുന്നവരെ കബളിപ്പിക്കാൻ മയക്കുമരുന്ന് ഡീലർമാർ എലിവിഷം പോലുള്ള വസ്തുക്കൾ ചേർത്ത് വ്യാജ സാധനമാണ് നൽകുന്നത്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം കൊടുക്കേണ്ട എംഫെറ്റമൈൻ എന്ന ഗുളിക അപകടകാരിയാണ്. ഉറക്കം വരാത്തവർക്കും ശരീരത്തിൽ അസഹനീയമായ വേദനയുള്ളവർക്കും മറ്റും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഗുളികയാണത്. ഈ ഗുളികകൾ എടുത്ത് കിക്ക് കിട്ടാൻ വേണ്ടി എലിവിഷം ചെറിയ അളവിൽ ഇൻജക്ട് ചെയ്ത പാക്കറ്റുകളിലാക്കിയാണ് MDMA എന്ന പേരിൽ ഇപ്പോൾ വിൽപ്പന വ്യാപകമായിരിക്കുന്നത്. ഇക്കാര്യം എക്സൈസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഋഷിരാജ് സിംഗ് പറയുന്നു. അതുപോലെ തന്നെ എലിവിഷം ചേർത്ത ഇത്തരം വ്യാജ ഗുളികകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്.